ഒരു ചോദ്യം എനിക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കാനുണ്ട്. 2019 എന്താണ് സംഭവിച്ചത്? അതായത് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നു. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 നിലവിൽ വന്നപ്പോൾ തന്നെ അതിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ഇവയൊക്കെ സ്ഥാപിക്കപ്പെടുന്നു. അത് 1949 നാഷണലൈസ് ചെയ്യുന്നത്. അപ്പോഴും ഈ പറയപ്പെട്ട മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, അതായത് അതിന്റെ ആസ്തി ബാധ്യതകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഒരു ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ആ ലാഭം ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡർക്കാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഷെയർ ഹോൾഡർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓരോ വർഷവും ഉണ്ടാകുന്ന ലാഭം അതിന്റെ ഒരു ഭാഗം റിസർവ് ഫണ്ടിലേക്ക് പോകും. അത് അൺഫോർസീൻ കണ്ടിൻജൻസീസ് ഒക്കെ ഉണ്ടായാൽ അന്നേരം ഉപയോഗിക്കാൻ, റിസർവ് ബാങ്കിന് ഉപയോഗിക്കാനുള്ള ഫണ്ടാണ് ഈ റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നത്. ബാക്കി ഡിവിഡൻഡ് മുഴുവനും ഷെയർ ഹോൾഡർ ആയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ളത്, അതായത് 2019 വരെ ഒരു ഗവൺമെന്റ്, ഇന്ത്യയിൽ ഭരിച്ച ഒരു ഗവൺമെന്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ടിൽ കൈ കടത്തിയിട്ടില്ല. പക്ഷേ 2019 നരേന്ദ്രമോദി ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്തു? ഈ ഇന്ത്യയിലെ മുഴുവൻ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകർക്കും 2000 രൂപ വെച്ച് 3 പ്രാവശ്യം ഒരു വർഷം, എന്ന് വെച്ചാൽ 6000 രൂപ ഒരു വർഷം ഓരോ കർഷകനും കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഈ 68% കർഷകരും ഇന്ത്യയിലെ നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണ്. അവർക്കാണ് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 68% കർഷകർ എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 45 കോടി, അല്ല ഒരു 45 കോടിയല്ല, നമ്മുടെ പോപ്പുലേഷന്റെ എത്ര ശതമാനം? 48% കൃഷിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആ 48%ത്തിന്റെ ഒരു 47% നാമമാത്ര ചെറുകിട ഇടത്തരം കർഷകരാണ്. അത്രയും പേർക്ക് ഈ ആദ്യത്തെ ഗഡു, അതായത് ഇലക്ഷൻ ഡിക്ലയർ ചെയ്തു കഴിഞ്ഞാൽ ഫ്രീ ബി പറ്റില്ല. അപ്പൊ ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് തൊട്ടു മുൻപായിട്ട് കൊടുക്കാൻ വേണ്ടി എന്താണ് പിന്നെ നരേന്ദ്രമോദി ചെയ്തത്? അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ് ഫണ്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് വളരെ പ്രകോപനപരമായ നീക്കങ്ങളിലൂടെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു. അങ്ങനെ 1,71,000 കോടി രൂപ റിസർവ് ബാങ്കിന്റെ റിസർവ് ഫണ്ടിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് മാറി. ആ മാറ്റിയത് എന്തിനാണ്? അത് ഈ ഫ്രീ ബി 2000 രൂപ വെച്ച് ഈ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി, ആദ്യ ഗഡു എലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് മുൻപ് കൊടുക്കാൻ വേണ്ടിയാണ് 1,71,000 കോടി രൂപ റിസർവ് ബാങ്കിന്റെ റിസർവ് ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിലേക്ക് നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ധനവകുപ്പും ഇടപെട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അങ്ങനെ 2000 രൂപ വീതം കർഷകർക്ക് കൊടുക്കാമെന്ന് ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇലക്ഷൻ പ്രഖ്യാപനം വന്നു. പണം കൊടുത്തു. കാരണം ഇലക്ഷൻ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഈ പ്രഖ്യാപനം വന്നല്ലോ, പണം കൊടുക്കുമെന്ന്. അങ്ങനെ പ്രഖ്യാപനം നടത്തി. അപ്പോ അന്ന് അങ്ങനെ 1,71,000 കോടി എന്ന് ഓർക്കണം. അത്രയും രൂപ റിസർവ് ബാങ്കിൽ നിന്ന് ശക്തി ഉപയോഗിച്ച്, അതായത് കേന്ദ്ര ഗവൺമെന്റ് പവർ ഉപയോഗിച്ച്, ഇപ്പൊ നമ്മുടെ കോടതി ചൂണ്ടിക്കാട്ടിയ ആ പവർ, കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന പവർ, ആ പവർ ഉപയോഗിച്ച് അങ്ങോട്ട് എടുത്ത് ആ പണം നാട്ടിൽ മുഴുവനും വിളമ്പി. അങ്ങനെ വീണ്ടും ഭരണത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് പറയുകയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഞങ്ങൾക്കതിൽ കൈകടത്താൻ പറ്റില്ലെന്ന്. എത്ര കോടി രൂപയ്ക്ക് വേണ്ടിയാണ്? 35.3 കോടി കടം എഴുതി തള്ളുന്നതിന്റെ കാര്യത്തില് വിജയമല്യ പോലെ ഉള്ളവർക്ക് വേണ്ടി എത്ര 1000 കോടിയുടെ കടമാണ് എഴുതി തള്ളിയത് എന്ന് നമുക്കറിയാം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ പ്രോ കോർപ്പറേറ്റ്, അതായത് ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് ആണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവും അപകടവും ഇല്ല. അതായത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ആളാണ്, രാജാവാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വെറും 35.3 കോടി റിസർവ് ബാങ്കിനെ കൊണ്ട് എഴുതി തള്ളിക്കാൻ പറയാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇങ്ങനെ കൈമലർത്തുന്നത് കാണുമ്പോൾ നാം അത്ഭുത സ്തബ്ധരായി പോകും. ആ ഗവൺമെന്റിൽ അർപ്പിക്കുന്ന വിശ്വാസം നമ്മെ ചതിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി പോകും.
അതാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ നീതിബോധം. അപ്പോൾ നമുക്കറിയാം, ഇതൊക്കെ പറയുമ്പോഴും ചൂരൽമല, മുണ്ടക്കൈ മേഖലകളില് വേണ്ടത്ര പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 260.56 കോടി ഒന്നുമല്ല, എങ്കിലും ആ കിട്ടിയതും നല്ലവണ്ണം പ്രയോജനപ്പെടുത്തി നമ്മുടെ ചൂരൽമല, മുണ്ടക്കൈ മേഖലയിലെ ജനങ്ങൾ അവരുടെ പഴയ ജീവിത രീതിയിലേക്കും ആശ്വാസത്തിലേക്കും തിരിച്ചു വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.